എസിന്റെ നിര്യാണം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. കാരണം 2006 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോൾ എല്ലായിടത്തും വലിയൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു. ജനങ്ങൾ പാർട്ടി നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് എസിന് അന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് പാർട്ടി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കി മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ഫലത്തിൽ ജനങ്ങൾ നേരിട്ട് ഇന്നാൾ മുഖ്യമന്ത്രി വേണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006 നടന്നത്. അന്ന് ഞങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് ഇന്ന് പരാജയപ്പെട്ടാണ്. അതിന്റെ മുഖ്യ കാരണം എസ് മതി CM ആയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ജനത്തിന് മൊത്തത്തിലുണ്ടായി. അങ്ങനെ ഒരു മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും അധികം പ്രതിപക്ഷം തന്നെയായിരുന്നു. എല്ലാ രംഗങ്ങളിലും തെറ്റുകൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ആ ശൈലിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിര്യാണം പൊതുസമൂഹത്തിന് നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പല തെറ്റുകളും കാണുമ്പോൾ ഇതൊക്കെ ഇന്ന് എസ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല എന്നൊരു ഫീലിംഗ് മൊത്തത്തിൽ ജനത്തിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിര്യാണം സമൂഹത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും പാർട്ടിയോടും ഞങ്ങൾക്കൊക്കെയുള്ള ദുഃഖം രേഖപ്പെടുത്തുക.